ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുളി കഴിഞ്ഞാൽ ഉടൻ ശിവന്റെ ഇതുവരെ പറയാത്തൊരു അത്ഭുത രഹസ്യ മന്ത്രമാണ്. ഈ ഒരു അത്ഭുത വരി ഉരുവിട്ടാൽ പണം ഒഴുകും. അപ്പോൾ അത് വളരെ സാമ്പത്തികം നൽകുന്ന ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന ഒരു അത്ഭുത ശിവമന്ത്രമാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കൈകളിലേക്ക്, ജീവിതത്തിലേക്കൊക്കെ അപാരമായ സമ്പത്തും ശിവഭഗവാൻ നൽകും. അങ്ങനെയുള്ളൊരു രഹസ്യ അത്ഭുതകരമായ ഒരു വരിയാണ് ഈ മന്ത്രം. ഏറ്റവും ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് ഞാനിപ്പോൾ ഒന്ന് ജപിക്കാം, അതിനുശേഷം വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടാം. അത് നിങ്ങൾ നോക്കിയിട്ട് ജപിക്കണം. ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ കൂടെ ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറി, എത്ര വലിയ തടസ്സങ്ങളും വളരെ പെട്ടെന്ന് തന്നെ മാറി ജീവിതത്തിലേക്ക് ഭഗവാന്റെ അപാരമായ ഐശ്വര്യം ശിവഭഗവാന്റെ ഉണ്ടാകും. ബാക്കി നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ചെല്ലേണ്ട മന്ത്രവും ആ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യവും അതിൻ്റെ കുറച്ച് രഹസ്യങ്ങളും വേണ്ട രഹസ്യങ്ങളും പറഞ്ഞുതരാം. ബാക്കി ഫലത്തിലുള്ള നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ അപാരമായ അനുഗ്രഹം ഭഗവാന്റെ ഉണ്ടാകും. സമ്പത്തും സമൃദ്ധിയും സമാധാനവും സന്തോഷവും സർവ്വ പാപങ്ങളും ഇല്ലാതായി, സർവ്വ തടസ്സങ്ങളും മാറി, സർവ്വ ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കി, സകല സമയദോഷങ്ങളെയും, അതുപോലെ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, അതുപോലെ ജന്മശനി, അതുപോലെ ദശാസന്ധി ദോഷങ്ങൾ, ജന്മദോഷങ്ങൾ, ശാപദോഷങ്ങൾ, പ്രാക്ദോഷങ്ങൾ, മുൻജന്മ കർമ്മദോഷങ്ങൾ എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. വളരെ എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് നോക്കി അതിൻ്റെ ശക്തി എന്തുമാത്രമാണ്. അപ്പോൾ അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കേൾക്കണം. അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന ആളായിക്കോട്ടെ, അത് അങ്ങനെ പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ വലിയ പൈസ മുടക്കുന്ന ആളുകൾ, അവർക്ക് ചില സമയങ്ങളിൽ പൈസ മുടക്കിയാൽ അത് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതിന് ചില പരിഹാരങ്ങളുണ്ട്. അത് ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ചില നാളുകാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരും. അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് ആദ്യമേ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് മിസ് ചെയ്യരുത്. അതിനുവേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഉള്ള കയ്യിലുള്ള പൈസയല്ല. ചിലരിപ്പോൾ ഒരു സിനിമ എടുത്തു, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും ഇല്ലാതെ കഴിയുമ്പോൾ ആരും കാണത്തില്ല കൂടെ. അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ വലിയൊരു പ്രൊജക്റ്റ് ചെയ്തു, നഷ്ടമാണെങ്കിൽ പോയില്ലേ. ചില സമയങ്ങളിൽ ഇത് പാടില്ല. ചില സമയങ്ങളിൽ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട്. അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു കലാകാരനാണ്, നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലാത്ത കലാകാരന്മാരായിക്കോട്ടെ, ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. നിങ്ങളൊരു കലാകാരനാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്. പക്ഷേ ചില സമയങ്ങൾ ജീവിതത്തിൽ അടിച്ചു കയറാൻ പറ്റും. ആ ഒരു സമയം ഏതാണ്? ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ അടിച്ചു കയറാൻ പറ്റും. ആ കാര്യങ്ങൾ എന്താണ്? ചില സമയങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പൊതുവെ ഞാൻ പറയുന്നുണ്ട്. അത് ഗുണം ചെയ്യും. എന്തായാലും ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. അപ്പം ഇതെല്ലാം സാമ്പത്തികമായ നേട്ടവും സാമ്പത്തികമായ നഷ്ടവും, സാമ്പത്തികമായ നേട്ടം ഉണ്ടാകാനും നഷ്ടം ഒഴിവാക്കാനും, സാമ്പത്തികമായ നഷ്ടം ഒഴിവാക്കാനും വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഈ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഒരു ഐശ്വര്യം ഉണ്ടാകാൻ ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ജീവിതത്തിൽ എന്നേക്കുമായി ഗുണം ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വള്ളി പുള്ളി വിടാതെ കാണാൻ ശ്രമിക്കുക. സശ്രദ്ധം, 2 ചെവിയും. ഈശ്വരൻ നമുക്ക് ഒരു നാക്ക് 2 ചെവിയാണുള്ളത്. അപ്പോൾ ഈ 2 ചെവി കൊണ്ടും കേൾക്കണം. കൂടുതൽ ശ്രദ്ധിക്കണം എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. നല്ല നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവരുടെയും ജീവിതം രക്ഷപ്പെടട്ടെ. അപ്പോൾ ഞാൻ ഇത് എല്ലാം പറയുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയുക. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഫുൾ ടൈം വർഷങ്ങളായിട്ട് എപ്പോഴും വർക്കുകൾ കാണും. അപ്പോഴേ ഞാനത് കാരണം ഒരു കല്യാണത്തിനോ ഒരു ഫംഗ്ഷനോ പോകാറില്ല. കാരണം പോകാൻ പറ്റത്തില്ല. വർക്കുകൾ എപ്പോഴും കാണും. ഇപ്പോഴാണേലും ഞാൻ കുറച്ച് വർക്കേ എടുക്കുന്നുള്ളൂ. പക്ഷേ എങ്കിലും ബുക്കിങ്ങിൽ ഒരുപാട് കിടപ്പുണ്ട്.
അപ്പോൾ ആ കുറച്ചേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പം ആ എടുക്കുന്നതിൻ്റെ സമയത്തിന് ഞാൻ സമയം എടുത്താണ് ചെയ്യുന്നത്. 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ടല്ല, സമയമെടുത്ത് എനിക്ക് തൃപ്തിയാവുന്ന പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ നിർത്തത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു രീതി. അത് സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇതെല്ലാം പരിശോധിച്ചിട്ട്, ഹസ്തരേഖ ഒരു രേഖ തന്നെ ചിലപ്പോൾ ഞാൻ 10 പ്രാവശ്യം പരിശോധിച്ചെന്നിരിക്കും. അപ്പോൾ അതെല്ലാം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തൃപ്തി വരുന്ന രീതിയിൽ ചെയ്താൽ ഞാൻ നിർത്തത്തുള്ളൂ. അപ്പോൾ അത് പറഞ്ഞിട്ട് വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവറിത്തിങ്. ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ, ചെയ്യേണ്ട നല്ല മന്ത്രങ്ങൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു വാട്സപ്പിൽ ഇടുക. എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും മറുപടി തരാനും പറ്റത്തില്ല. ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് മറുപടി തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഒരവസരം ഈ വാട്സപ്പിൽ ഇടുന്ന എല്ലാവർക്കും സാധിക്കുമെങ്കിൽ ഒരവസരം ഞാൻ കൊടുക്കും. കാരണം അപ്പോൾ ആ ഒരു അവസരം അവർക്ക് റിപ്ലൈ ചെയ്യും. പറ്റത്തില്ല, അടുത്ത ആളുകളിലേക്ക് പോകും. അതും ഒരുപാട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും നോക്കിത്തരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരവസരം, ഒരു പ്രാവശ്യം ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താതിരിക്കുക. അത് എൻ്റെ ഒരു നേരാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ പലർക്കും വർക്കിൽ എടുക്കുന്ന സമയത്ത് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം വിഷയത്തിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് വാട്സപ്പിൽ വർക്കുകൾ സമയത്തിന് തീരാത്തതുകൊണ്ടാണ്. അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, സാഹചര്യം പറഞ്ഞെന്നുള്ളൂ. ഇത് ഓരോ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും, അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒറ്റ ഒരു കാര്യം, അല്ലെ ഈ വിഷയം പറഞ്ഞിട്ട് പറയാം. 1-2 അനുഭവങ്ങൾ പറയാറുണ്ട്, വളരെ സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ. അപ്പം നമ്മൾ അത് ഞാൻ ഒരു 1 മിനിറ്റ്, ഒരു അര മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. കാരണം എനിക്ക് അതുപോലെ ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അവർ ഒരുപാട് പരിഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു. ജീവിതം വളരെ കഷ്ടപ്പാടി. അങ്ങനെ ഞാൻ ശിവന് ശനിയാഴ്ച, അത് ആ കാര്യം നിങ്ങൾക്കിന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആ ഓർമ്മയൊന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. അവർക്ക് ഞാൻ രാവിലെ ഇന്ന കാര്യം ചെയ്യണം, വൈകിട്ട് ഇന്ന കാര്യം ചെയ്യണം, ശിവക്ഷേത്രത്തിൽ കൃത്യമായിട്ട് എഴുതി കൊടുത്തു. അവരത് ചെയ്തു. കുറേ ആവർത്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക, അതേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആവർത്തിക്കേണ്ട. ആവർത്തിക്കുന്നവർക്കാണ് ഫലം ഉണ്ടായേക്കെന്ന് കാണുന്നത്. അതൊക്കെ നിങ്ങളുടെ ഭാഗം. ഞാൻ ആ വഴിയാണ് പറഞ്ഞു തരുന്നത്. അവരത് ആവർത്തിച്ചു. അവരോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. അവരത് ആവർത്തിച്ചു. പയ്യന് 1,50,000 രൂപയ്ക്ക് മേൽ ശമ്പളമുള്ള ജോലി വിദേശത്ത് കിട്ടി. വലിയ സന്തോഷം. ആ കുടുംബത്തിൻ്റെ ഒരു ഉയർച്ച, അവരുടെ സന്തോഷം, അത് നമുക്കൊരു 1,000, 10,000 അവാർഡ് കിട്ടിയ സന്തോഷം കിട്ടത്തില്ല. ഒരു കുടുംബം രക്ഷപ്പെട്ട ആ സന്തോഷം. ഞാൻ പറഞ്ഞ ലളിതമായ 10, 15, 20 രൂപ കൊണ്ട് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ലളിതമായ വഴിപാടുകൾ ചെയ്തതാണ്. അത് ശനിയാഴ്ചകൾ മാത്രം. ശിവന് വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ. അതുപോലെയാണ് ഞാൻ പറയുന്ന ഈ 1100 മേൽ വീഡിയോയിൽ ഓരോ കാര്യവും കൃത്യമായി ചെയ്താൽ, ശരിയായി ചെയ്താൽ അവരുടെ ജീവിതം മാറിയിരിക്കും. ഞാനല്ലാതെ എൻ്റെ പുറകെ നിങ്ങളെപ്പോഴും നടക്കണമെന്നോ, എന്നെ എപ്പോഴും ഒന്ന് കാണണമെന്നോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നിടത്ത് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. നല്ല കാര്യം പറയും. നിങ്ങളത് ചെറിയ കാര്യങ്ങളെ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. ശരിയായിട്ട് ചെയ്താൽ അത് ഫലമുണ്ടാകും. നല്ല കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വഴിയേ ഉള്ളൂ. അല്ലാതെ ഒരാളെയും നമ്മൾ ആ സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാനിനിയും വിഷയത്തിലേക്ക് വരികയാണ്. ശിവൻ്റെ അത്ഭുതകരമായ മന്ത്രം ഓം നീലകണ്ഠായ നീലവസ്ത്രായ ജ്ഞാനിനെ ഹ്രീം ഹായാണ് ഐം പരമാത്മനെ ശ്രീ മഹാദേവായ നമ. ഇതിൻ്റെ അകത്ത് ഈ പരമാത്മനെ ശ്രീ മഹാദേവ, അവിടാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. പിന്നെ ഹ്രീം ഐം, അവിടാണ് അതിൻ്റെ ശക്തി കിടക്കുന്നത് കേട്ടോ. എങ്കിലും ഞാൻ മന്ത്രം ഒന്നുകൂടെ പറയാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടാം, അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ കേട്ടോ. ഓം നീലകണ്ഠായ നീലവസ്ത്രായ ജ്ഞാനിനെ ഹ്രീം ഐം പരമാത്മനെ ശ്രീ മഹാദേവായ നമ. ഇത് രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ വലത് കൈയിൽ അല്പം ഉള്ളം കൈയിൽ വെള്ളം തൊട്ട് ഒന്ന് കൂട്ടി തിരുമ്മി വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുളിമുറി എന്നുകൊണ്ട് ഈ മന്ത്രം 1 തവണയോ 3 തവണയോ ജപിക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ വലത് കൈയിൽ അല്പം വെള്ളം തൊട്ട് കൂട്ടി തിരുമ്മി കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് 1 തവണയോ 3 തവണയോ ജപിക്കുക. പിന്നെ ഇത് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കുക, രാവിലെ സന്ധ്യയ്ക്കും ജപിക്കുക. മതി.
ഒരു തവണയോ 3 തവണ ജപിക്കാം. കർപ്പൂരം തൊട്ടും ജപിക്കാം. ഒരു തവണയോ 3 തവണയോ ജപിക്കാം, മതി. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കുമ്പോൾ 5 തിരിയെ നോക്കി ജപിക്കണം. അപ്പോഴാണ് ആജ്ഞയിൽ അതിൻ്റെ ഒരു പ്രതിഫലനം, ആജ്ഞ കുറച്ച് ആക്റ്റീവ് ആകും. 5 തിരിയെ നോക്കി ജപിക്കുമ്പോൾ. ഒരു തവണ ജപിച്ചാലും മതി, ഇനി 3 തവണ ജപിച്ചാലും നല്ലത്. കർപ്പൂരം തൊട്ട് ജപിക്കാം. അപ്പോൾ ഞാനീ പറയുന്ന വിദ്യകളൊക്കെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യുക. പക്ഷെ അതിനെല്ലാം അറിയണം. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ നിലയിലാണ് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം ഇത് ദിവസവും ചെയ്യാം. ഇത് ചെയ്യുന്നതോടൊപ്പം ഇത് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇത് അറിയുന്നവർ അവരുടെ ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. ഇതല്ലേ അത്ര വിശിഷ്ടമായൊരു മന്ത്രമാണ്. പരമാത്മനെ ആഴത്തിൽ ആ ഈശ്വരനിലേക്ക് പോവുകയാണ്. അൾട്ടിമേറ്റായിട്ടുള്ള, സെനത്തായിട്ടുള്ള, സൂക്ഷ്മമായിട്ടുള്ള ആ ഈശ്വരനിലേക്കാണ് പോകുന്നത്, ശിവനിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഹ്രീം എന്ന ബീജമുണ്ട്. പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നത് ഹ്രീം, ഭുവനേശ്വരി ബീജം, ശക്തി ബീജം, അയിമുണ്ട്. അയിം ബീജവും നിത്യമായ ഒരു അനുഗ്രഹം ഉണ്ടാക്കും. സരസ്വതി ബീജം ആണെങ്കിൽ പോലും ഭയങ്കര ശക്തിയാണത്. അപ്പം ഇത് കൊണ്ട് തന്നെ ഈ മന്ത്രം അതിവിശിഷ്ടമാകുന്നു. ഇതറിയുന്നതോ കേൾക്കുന്നതോ മഹാപുണ്യം, ജന്മജന്മാന്തര സുഹൃതം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. വിസ്താര ഭയത്താൽ ഞാൻ അത്രയും പറഞ്ഞു ചുരുക്കുകയാണ്. അത്ര ശക്തിയുണ്ട് ഈ മന്ത്രത്തിന്. നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ശാപദോഷങ്ങളെ, കർമ്മദോഷങ്ങളെ, നിങ്ങളുടെ കുടുംബദോഷങ്ങളെ, നിങ്ങളുടെ ശത്രുദോഷങ്ങളെ, സാമ്പത്തിക തടസ്സം, സർവ്വ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ ഈ മന്ത്രത്തിന് സാധിക്കും. പിന്നെ ശിവഭഗവാൻ ശനിയാഴ്ച രാവിലെ ഈ മന്ത്രം ചൊല്ലുന്നതോടൊപ്പം ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ പോവുക. ഭഗവാൻ ഒരു പാൽപ്പായസം, കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്താർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ പുഷ്പം കൊണ്ട് ചെയ്യുന്നത്, അത് കൂടുതൽ നന്നായിരിക്കും. അപ്പം എന്താണ്? രാവിലെ പാൽപ്പായസം, കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. വൈകിട്ട് ഒരു നെയ്വിളക്ക് ശിവക്ഷേത്രത്തിൽ. ഇത് ശനിയാഴ്ച രാവിലെയും വൈകിട്ട് ശിവനി പറഞ്ഞ പോലെ ചെയ്യുക. ശനിയാഴ്ചകൾ ആവർത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താണ് ആ ജോലി കിട്ടി, 1,00,000 രൂപയ്ക്ക് മേൽ ശമ്പളമായ ജോലി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശനിയാഴ്ചകൾ ആവർത്തിച്ചു. ഞാൻ എന്നോട് ചോദിച്ചു എത്ര നാൾ ചെയ്യണം, എല്ലാവർക്കും എത്ര നാൾ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയണ്ട. ഞാൻ പറഞ്ഞു ശനിയാഴ്ചകൾ ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ ആവശ്യം പോലാണ്. ആവർത്തിക്കണമെന്നോ ഞാൻ പറയത്തില്ല, വഴിയാണ് ഞാൻ പറഞ്ഞത്. ആവർത്തിച്ചവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. ഇങ്ങനെ ഞാൻ എല്ലാവരോടും പറയുന്നത്. ആവശ്യമുണ്ട്, നിങ്ങളുടെ ആവശ്യമല്ലേ. അപ്പോൾ അവർ ആവർത്തിച്ചാൽ ബലം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമില്ല. അതെനിക്ക് ആവർത്തിച്ചവർക്ക് ഫലമുണ്ടായി, അതെനിക്കറിയാം. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങളുടെ ഭാഗമാണ്. അവർക്ക് ആവശ്യമുണ്ടായിരുന്നു, അവർ ചെയ്തു, ആവർത്തിച്ചു, ഫലമുണ്ടായി. കുറേ നാൾ ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കുടുംബം രക്ഷപ്പെട്ടു പോയില്ലേ. ചെറിയ കാര്യമാണോ? ഒരു കുടുംബത്തിൻ്റെ അത്താണി, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാണ് ആ കുടുംബത്തിലെ ഒരു പയ്യൻ പോയി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ. ചെറിയ കാര്യമാണ് അത്, വലിയ കാര്യമല്ലേ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എൻ്റെ പുറകെ എല്ലാവരും നടക്കണമെന്നോ, അല്ലെ ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ മുഴുവൻ വഴിപാട് ചെയ്ത് നടക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞത് പോയി ചെയ്യുക, പോരുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിക്കുക. ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ്. എന്നെ നിങ്ങൾ ഓർക്ക പോലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആ ശിവന് നന്ദി പറഞ്ഞാൽ മതി. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ ശിവനില്ല. ഭഗവാനും ഞാനും ഒരിക്കലും രണ്ടായിട്ട് ഞാൻ ഭഗവാനെ കണ്ടിട്ടില്ല. ഒന്നായിട്ട് ഹൃദയത്തിലാണ്. ഹൃദയാരവിന്ദേ സദാവസന്തം ഹൃദയാരവിന്ദേ. അതാണ്, ഇത്രയേ ഉള്ളൂ. അതാണ് സത്യസന്ധമായ സനാതനമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ചെയ്യുക. അച്ചട്ടാണ് കേട്ടോ, ബലം കിട്ടിയ കാര്യമല്ല. അത് കിട്ടുമെന്നോ അവിടെ കാണുന്ന ഇവിടെ കാണുന്ന കാര്യമൊന്നുമല്ല. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത റിസൾട്ട് കിട്ടിയ കാര്യമാണ് പറയുന്നത്. അച്ചട്ടാണ്. ചെയ്താൽ അത് നിങ്ങളുടെ ഭാഗം. എനിക്കത് ഉറപ്പുണ്ട്. ചെയ്തവർക്ക് ബലം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ ബലം കിട്ടും. അതിൽ കൂടുതലൊന്നുമില്ല. ഇനി ഇത് ജോലി തടസ്സമൊക്കെ മാറും, സാമ്പത്തികം വരും. ആ ഭഗവാൻ സാമ്പത്തികം തന്നുകൊണ്ടിരിക്കും ആവർത്തിക്കുമ്പോൾ. ഇത് ഈ കൈ കൊണ്ട് ഞാൻ എഴുതി കൊടുത്തതാണ് അവർക്ക്. ആ റിസൾട്ടാണ് വന്നത്. ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞും കൊടുത്തു. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, ശനിയാഴ്ച രാവിലെ പാൽപ്പായസം, കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഇത് 3 രാവിലെ ചെയ്യുക. വൈകിട്ട് നെയ്വിളക്ക് ചെയ്യണം ശിവന്. അതെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം അത് ശരിയാവും. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. വൈകിട്ട് ശിവന് കൃത്യം ഫലം, കൃത്യം അച്ചട്ടായിട്ട്
6,00,000 മേൽ ശമ്പളം, വിദേശത്തുള്ള ജോലി ആണ്. ചെറിയ കാര്യമല്ലല്ലോ, വലിയ സന്തോഷം. ഇനിയും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇരിക്കുമ്പം എന്നെ കാണാൻ ഒരാൾ വന്നു. അപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, പക്ഷേ അദ്ദേഹം വേറെ എങ്ങോ പോയ വഴിക്ക് വന്നതാണ്. അദ്ദേഹം ഒരു ഉയർന്ന ഓഫീസറാണ്. അപ്പോൾ ഇവിടെ വന്നു ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ പുള്ളിക്ക് ഒരു കാര്യങ്ങൾ ചോദിക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്ന കാര്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയും കൈരേഖയും എടുത്ത് ഞാൻ പറഞ്ഞു, ഉടനെ കണ്ണാടി വെക്കേണ്ടി വരും. പുള്ളി ഇരുന്ന ഇരിപ്പി പുള്ളി ഞെട്ടി. പുള്ളി അന്ന് കണ്ണാടിക്ക് പോയി എഴുതിച്ച റെസിപ്റ്റ് പുള്ളിയുടെ പോക്കറ്റിലുണ്ട്. ഇത് പുള്ളിക്ക് മാത്രം അറിയാവുന്ന കാര്യം, ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല, വീട്ടിൽ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പുള്ളി കണ്ണാടിക്ക് പോയി എഴുതിച്ച കാര്യം എഴുതിച്ചിട്ട് വരുന്ന വഴിയാണ്. ഞാൻ ഈ ഗ്രഹനിലയം കൈരേഖ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ പറഞ്ഞു ഉടനെ കണ്ണാടി വെക്കേണ്ടി വരും. പുള്ളി വല്ലാതെ ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു, ഇപ്പം ഞാൻ കണ്ണാടിക്ക് പോയി എഴുതിച്ചിട്ട് വരിക. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ പോലും അറിയത്തില്ല, ഭാര്യയ്ക്ക് പോലും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇദ്ദേഹത്തിനൊരു പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും രാഹുവിനെയും പരിശോധിച്ചു. 4 രാഹു, മറ്റു ഗ്രഹസ്ഥിതികളും പരിശോധിച്ചു. അതോടൊപ്പം 4 രാഹുവിനെയും പരിശോധിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലോൺ കൂടുതലായിട്ട് എടുക്കരുത്. ലോൺ എടുത്താൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പറഞ്ഞത് ഹൃദയത്തിൽ തട്ടിയാണ് പറഞ്ഞത്. അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇനിയും നിങ്ങൾ ലോൺ എടുക്കരുത്, എടുത്താൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരും. 4 രാഹുവാണ്. ഈ 4 രാഹു തന്നെ ഉണ്ടല്ല, മറ്റ് ഗ്രഹസ്ഥിതികളും പരിശോധിച്ചു. അപ്പോൾ 4 രാഹുവിനെ ഞാൻ വിശേഷിയാ കണ്ടു. ഈ 4 രാഹു നിന്ന് കഴിഞ്ഞാൽ വളരെ സാമ്പത്തിക തകർച്ച. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നല്ല, അത് പാപഗ്രഹയോഗവും പാപദൃഷ്ടിയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നമാകുന്നത്. അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിന്നാൽ കുഴപ്പമില്ല. എങ്കിൽ പോലും ഈ പൊതുവെ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഒരുപാട് ഗ്രഹനിലകളിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മറ്റു ഗ്രഹനിലകളിലൂടെ അതിനോട് പരിശോധിച്ചു, ഗ്രഹസ്ഥിതികളിലൂടെ. ഇപ്പം 4 രാഹു ഉണ്ട്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ വാചകം, ലോൺ എടുത്തെടുത്ത് ഒരു പാകമായി. എല്ലാ ലോണോടും ഇപ്പോൾ ഒന്നിച്ചാക്കാൻ പോയിട്ട് അതിന് നടപടികൾ പുള്ളി ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുത്താലും കൊള്ളാം ഇല്ലേലും കൊള്ളാം, ഇനിയും എടുത്താൽ അത് ബുദ്ധിമുട്ടാകും, അതെനിക്കറിയാം. പുള്ളിക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുത്തു. കാരണം പുള്ളിക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അത് പിന്നെ കുറച്ച് പരിഹാരങ്ങളൂടെ പറഞ്ഞു കൊടുത്തു. പിന്നെ പുള്ളിയുടെ വൈഫിനൊരു ബിസിനസ് തുടങ്ങണം. ഞാൻ പറഞ്ഞു, 2029-30 കാലഘട്ടത്തിൽ അവർ ബിസിനസ് തുടങ്ങിയിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചാലും കൊള്ളാം, അന്വേഷിച്ചാലും കൊള്ളാം, അതുവരെ തടസ്സമാണ്. തുടങ്ങിയാൽ നേരെ ജോലിയെ പോകത്തില്ല. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും 2029-2030 ബിസിനസ്സിലേക്ക് വരേണ്ട സമയമാണ്. ചില വഴിപാടുകൂടെ ചെയ്യണം. അവിടെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫലത്തിലേക്ക് വരുന്നത്. അതുകൂടി പറഞ്ഞു, വഴിപാടൂടെ പറഞ്ഞു കൊടുത്തു. കാരണം ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഗുണം ഉണ്ടാവും. നേരത്തെ ഒരാളുടെ കൈരേഖ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുളത്തിൽ അതുപോലെയൊക്കെ നീന്തുന്ന സ്വഭാവം ഉണ്ട്, ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്കാൻ പറഞ്ഞു. പുള്ളി എഴുന്നേറ്റ് നിന്ന് പുള്ളി പറഞ്ഞു, അടുത്ത കാലത്ത് പോയി പുള്ളി കുളത്തിൽ നീന്തുന്ന സ്വഭാവമുണ്ട്. അതിപ്പോൾ എനിക്കറിയത്തില്ല, നീന്തൽ ഇയാൾക്ക് അറിയാവോ, ഉണ്ടെങ്കിൽ ഒഴിവാക്കാനാണ് പറയുന്നത്, അല്ലാതെ നമുക്കറിയത്തില്ല അതേക്കുറിച്ച്. അപ്പം പുള്ളി നീന്തിയപ്പം കുളത്തിൽ ആഴത്തിലേക്ക് പോയി ഈ ഏതാണ്ട് ചുറ്റി ചെടിയോ ഏതാണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ ആ പുള്ളി നീന്താൻ പോയിട്ടില്ല, ഇന്ന് മിടുക്കനായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. കറക്റ്റാണത്, കൃത്യമാണത്, ശരിയായിട്ട് സത്യസന്ധമായ ഈശ്വരീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ സിനിമ എടുക്കുന്നവർ, അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, പൈസ ഒരു നല്ല രീതിയിൽ മുടക്കുന്നവർ, അവർ ഈ ചൊവ്വാദശ സമയത്ത് കഴിവതും ശ്രദ്ധിച്ച് പൈസ മുടക്കണം, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ചൊവ്വാദശ തീരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടാകാം. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഒഴിവാക്കാം. അല്ലെങ്കിൽ പണി 8ൻ്റെ പണി വരും. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഒരു പരിധിവരെ അത് നമുക്ക് ആ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഒഴിവാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശ്രദ്ധിക്കുന്നതോടൊപ്പം പരിഹാരങ്ങളോടെ ചെയ്യുക. അങ്ങനെയാണെങ്കിലൊക്കെ നമുക്കൊരു പരിധിവരെ അത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും.
സാമ്പത്തികമായിട്ട് വളരെ നഷ്ടമുണ്ട്. ഇപ്പോൾ ഒരു സിനിമാക്കാരനാണെന്ന് വിചാരിച്ചു, ചൊവ്വാദശയെ കൊണ്ട് ഒരുപാട് പണം മുടക്കി ഒരു ഇതെടുക്കുക, വലിയ തുകകൾ ചിലപ്പം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല, പൊതുഫലമാണ്. മറ്റ് ഗ്രഹസ്ഥിതി എല്ലാം അനുസരിച്ചിരിക്കും. ഇത് ഞാൻ സാമാന്യം പറയുകയാണ്, ഒരു ഏകദേശം. അപ്പം അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് പരിഹാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ, പക്ഷേ എങ്കിലും സാധ്യത വളരെ കൂടുതലാണ്, ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളൂ. ആ സമയങ്ങൾ കഴിവും നഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഈശ്വരാധീനത്തോടു കൂടി. അപ്പോൾ അതിന് നമുക്കിങ്ങനെ, പിന്നെ ഇവർ രാഹു ദശയാണെങ്കിൽ സിനിമ അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കലാകാരന്മാരെ ഉദ്ദേശം, നമ്മൾ ഒരുപാട് പാവപ്പെട്ട കലാകാരന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പാവപ്പെട്ട കലാകാരന്മാർ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അവരൊക്കെ കഴിവനുസരിച്ച് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന. അതായത് രാഹു ദശാസമയമാണെങ്കിൽ, രാഹു ശീർഷോദയ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു കയറാൻ പറ്റും. അപ്പോൾ അതിന് ചില വഴിപാട് ചെയ്താൽ മതി, അത് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് അടിച്ചു കയറാൻ പറ്റും. ഇനിയും രാഹു പൃഷ്ഠോദയ രാശിയിലാണെങ്കിൽ, ശീർഷോദയ രാശിയിലാണെങ്കിൽ ആ രാഹുദശയുടെ ആദ്യ പകുതി പ്രയോജനപ്പെടുത്താം. പൃഷ്ഠോദയ രാശിയിലെ രാഹു നിൽക്കുന്നെങ്കിൽ രണ്ടാമത്തെ പകുതിയായിരിക്കും മിക്കവാറും കൂടുതൽ അടിച്ചു കയറാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഏതു രാശിയിൽ നിന്നാൽ പോലും രാഹു ദശയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ ഈ പ്രത്യേകിച്ച് കലാ ഫീൽഡുകളിലുള്ളവർക്ക് പെട്ടെന്ന് അടിച്ചു കയറാൻ പറ്റും. നമ്പർ 1 ഗുരുവായൂരപ്പനെ ദർശനം നടത്തണം. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ മാത്രമേ ചൈതന്യമേ ഉള്ളൂ, വേറെ എങ്ങും ആ ചൈതന്യം, അവിടുത്തെ ചൈതന്യം ആ ഗുരുവായൂരപ്പൻ എന്നുള്ളത് വേറെ ഒരിടത്തുമില്ല. വെച്ചാൽ ഗുരുവായൂർ ഭൂമിയിലെ വൈകുണ്ഠം, അവിടെ പോയാലേ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഇത് കിട്ടത്തുള്ളൂ. വേറെ അതിന് മറ്റു ക്ഷേത്രങ്ങളെല്ലാം ചൈതന്യം ഉള്ളതാണ്, അനുഗ്രഹം ഉള്ളതാണ്, നല്ല ക്ഷേത്രങ്ങൾ, അവിടെ എല്ലാം പോകുന്നത് നല്ലതാണ്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാനും ഗുരുവായൂർ തന്നെ പോകണം. ആ ഗുരുവായൂരപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അവിടെ ഓപ്ഷനില്ല, ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞത്. എല്ലാ ക്ഷേത്രങ്ങളും ചൈതന്യം ഉള്ളതാണ്, അവിടെ എല്ലാം പോയി അനുഗ്രഹം കിട്ടും, നല്ലത് തന്നെയാണ്, പോകുന്നത് നല്ലതാണ്. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഗുരുവായൂർ തന്നെ പോകണം. ആ ഗുരുവായൂരപ്പൻ്റെ കാര്യമാണ് പറഞ്ഞ് മനസ്സിലാകുന്നു. എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ ദർശനം നടത്തണം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സുണ്ട്, ഒരുപാട്. അവർക്കൊക്കെ നാൾക്ക് നാൾ വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കലും പുറകോട്ട് പോകത്തില്ല. 2 അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് അന്നദാനം ചെയ്യണം വ്യാഴാഴ്ച, പുറകോട്ട് പോകത്തില്ല ഒരിക്കലും. 3 ഏറ്റുമാനൂരപ്പന് അങ്ങോട്ട് കൊടുക്കണം വരുമാനത്തിൻ്റെ ഒരംശം, നാൾക്ക് നാൾ വർദ്ധിച്ച് വരും, ഒരിക്കലും നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശം ഏറ്റുമാനൂരപ്പന് കൊടുക്കണം. അപ്പം കൈ നീട്ടിയായിരിക്കണം, കൊടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല. പിന്നെ ഏറ്റുമാനൂരപ്പൻ്റെ ഇഷ്ട വഴിപാടുകൾ അവിടെ എണ്ണ, മാല, അർച്ചന, കൂവളത്തില, പിന്നെ ഭഗവാന്റെ ഈ അഭിഷേകമുണ്ട്, ഇഷ്ട അഭിഷേകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ 3 കാര്യമായോ, ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളെ പറയാം. ശിവന് ശനിയാഴ്ച പാൽപ്പായസം ചെയ്യുക, ഒരു മൃത്യുഞ്ജയാർച്ചന കൊടുക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക, വൈകുന്ന പാട് ശിവന് മൃത്യുഞ്ജയാർച്ചനയും നെയ്വിളക്കം നൽകുക, പക്കനാളിന് കരിക്കഭിഷേകം ഭഗവാന് ചെയ്ത് പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികളും കൊടുക്കുക. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഭഗവാന്റെ ഇത്രയും അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കയറും, ഏത് കലാകാരന്മാരും ആരും ആയിക്കോട്ടെ. അപ്പം 1 മോശ സമയം ഒഴിവാക്കണം, 2 നല്ല സമയം പ്രയോജനപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇത് പ്രയോജനം ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി 2 നാളുകാരുടെ കാര്യം പറയുന്നതേ ഉള്ളൂ, അത് പെട്ടെന്ന് ഓർമ്മ വരുന്നതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ ആ 2 നാളുകാർ മാത്രമല്ല, പല നാളുകാരും ഉണ്ട്, അത് ഞാൻ ഇനി ഒരു വീഡിയോ പറയാം. ഈ 2 നാളുകാരുടെ കാര്യം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ചിത്തിര അത്തം കഴിവതും ലോൺ എടുക്കാൻ പോകരുത്. എന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ലോൺ എടുക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. ലോൺ എടുത്താൽ ആ ലോൺ അടയ്ക്കാനുള്ള വഴികളൂടെ നിങ്ങൾ കണ്ടോണം. അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനെ വിളിച്ച് നിങ്ങൾ കൂടുതൽ പരിശ്രമിച്ച് വേറെ വരുമാന മാർഗം കൂടെ നിങ്ങൾ ഒപ്പിച്ചോണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ ഒരിക്കലും തീരത്തില്ല, ലോൺ എടുത്തുകൊണ്ടിരിക്കും. അതാ ഒരു കുഴപ്പം. ലോണ്
ഒരു കാര്യത്തിന് ലോൺ അടച്ചു തീർന്നാണെങ്കിൽ അടുത്ത കാര്യം ജീവിതം മുഴുവൻ ലോൺ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു വലിയ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ പണി ബുദ്ധിമുട്ടുമാകും. അപ്പോൾ എന്ന് കരുതി എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്നതിന് അർത്ഥമില്ല. നിങ്ങളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ 2 നക്ഷത്രക്കാർ ചിത്തിര അത്തം, മനസ്സിലായോ? അവർ ചിത്തിരക്കാർ ശിവപ്രീതി വരുത്തുക, അത്തംകാർ കൃഷ്ണപ്രീതി വരുത്തുക, ഭദ്രകാളി പ്രീതി വരുത്തുക. വളരെ മാറ്റം ഉണ്ടാവും. ലോൺ അങ്ങനെ കൂടിക്കൂടി വരാൻ സാധ്യത കൂടുതലാണ്. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല അതിൻ്റെ അർത്ഥം, ചിലർക്കെങ്കിലും. അപ്പോൾ ശ്രദ്ധിക്കുക നല്ലതാണ്. കഴിവതും ലോണുകൾ ഒഴിവാക്കുക. പിന്നെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എടുത്തേ പറ്റുമെങ്കിൽ എടുക്കുക, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ട് അടച്ചു തീർക്കുക. ആ ലോൺ എങ്ങനെയും തീർത്ത് നിങ്ങൾ സാമ്പത്തിക സ്ഥിരതയിലേക്ക് വരാൻ ശ്രമിക്കുക. അത് അവനവനെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കും. പിന്നെ ഈശ്വരാജ്യത്തിന് വേണ്ട കാര്യങ്ങളൂടെ ചെയ്താൽ അത് ഫലമായിട്ട് വരും. അതിനൊരു വഴി പറഞ്ഞുതരാം. ദിവസം രാവിലെ കുളിച്ചിട്ട് 1 രൂപ നാണയം അല്ലെ 2 രൂപ നാണയം അല്ലെ 5 രൂപ എത്ര ആയിക്കോട്ടെ, ഒരു നാണയം 1 രൂപ 2 രൂപ 5 രൂപ എത്ര ആയിക്കോട്ടെ, ഒരു നാണയം എടുത്ത് വലത് കൈ പിടിച്ച് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് കാണിക്കലേക്ക് മാറ്റി വെക്കുന്നു. അതിനു മുമ്പ് ഭഗവാൻ എനിക്ക് നൽകിയ സമ്പത്തിനും ഐശ്വര്യത്തിനും എല്ലാം നന്ദി എന്ന് പറഞ്ഞ് 3 തവണ പറഞ്ഞ് എൻ്റെ വരുമാനത്തിൻ്റെ അംശം ഭഗവാന്റെ കാണിക്കയിലേക്ക് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. മലയാള മാസം 1-ാം തീയതി ഈ പണം, ഈ ചില്ലറ എണ്ണാതെ എടുത്തുകൊണ്ട് പോയി ക്ഷേത്രത്തിൽ ഭഗവാൻ ഒരു പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിന്നെ ഒരു നെയ്വിളക്ക് ഇത് ചെയ്ത ശേഷം ഈ പിടിപ്പണം സമർപ്പിക്കുന്നതിന് മുമ്പ് വലതു കൈയിൽ അല്പം ഉള്ളം കൈയിൽ അല്പം വെള്ളം എടുത്തും തൊട്ട് തിരുമിയിട്ട് വേണം കേട്ടോ. പെട്ടെന്ന് ബലം ഉണ്ടാകും. ഭഗവാനെ അവിടെ നൽകിയ സമ്പത്തിനും ഐശ്വര്യത്തിനും എല്ലാം നന്ദി എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് എൻ്റെ വരുമാനത്തിനൊരംശം ഭഗവാന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഭഗവാന്റെ മുന്നിലുള്ള കാണിക്കയിലേക്ക് ഇടുക. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ തിരിഞ്ഞു നോക്കാതെ എങ്ങോട്ട്, ശ്രീകോവിലോട്ട് നോക്കാതെ, മിണ്ടാതുരിയാടാതെ, ഒന്നും ചിന്തിക്കാതെ അവിടെ നടന്നിറങ്ങി പോരുക. ഇത് അവസാനമേ ചെയ്യാവുള്ളൂ. ഇതെല്ലാം മലയാള മാസം 1-ാം തീയതി ആവർത്തിച്ചാൽ ഒരു കുഴപ്പവും വരത്തില്ല. അതിനുള്ള വഴിയും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അല്ലാതെ വെറുതെ പറഞ്ഞു പോവുകയല്ല. കാരണം ഞാൻ പറഞ്ഞാൽ ചെയ്തവർക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇനിയും ഇതുപോലെ തന്നെ വേറെ ഒരു വളരെ കഷ്ടപ്പാടുള്ളൊരു കുടുംബം, അവർക്ക് ഞാൻ ശിവന് ചില കാര്യങ്ങൾ, ആരമല ശിവൻ, ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലം ആരമല ശിവൻ, പിന്നെ എൻ്റെ അടുത്തുള്ള ഓഫീസിൻ്റെ അടുത്തുള്ള ചെങ്ങങ്ങളൊക്കെ ധന്വന്തരമൂർത്തി, ആ ധന്വന്തരമൂർത്തിക്ക് ഞാൻ പറഞ്ഞൊരു വഴിപാട് നേർന്ന് ആ പയ്യനെ നല്ല ഗൾഫിൽ ജോലി കിട്ടി. അവനോട് പിടിച്ചു നിന്ന് അവൻ്റെ ആദ്യത്തെ ശമ്പളം അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു വിഹിതം കൊണ്ട് ഞാൻ പറഞ്ഞതിന് പ്രകാരം ഇന്ന് ഓട്ടുവിളക്ക് അമ്പലത്തിൽ സമർപ്പിച്ചു. പിന്നെ ആരമലയപ്പനും വഴിപാട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെയും ഞാൻ കുറച്ച് വഴിപാട് പറഞ്ഞു കൊടുത്തായിരുന്നു. പിന്നെ മങ്കൊമ്പിലമ്മയ്ക്കും ആറുനാഴി പായസം ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഓരോ ജീവിതത്തിൽ കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങൾ. എന്ന് കരുതി നിങ്ങളിപ്പോൾ അമ്പലത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകണമെന്നോ അവിടെ അങ്ങ് കിടക്കണം, അവിടെ അങ്ങ് എപ്പോഴും പോകണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കണം. നിങ്ങൾ പറയുന്ന ദിവസങ്ങളിൽ, അത് ആഴ്ച 1-2 ദിവസങ്ങളോ, അതൊക്കെ കുറച്ച് എന്നും പോകാനല്ല ഞാൻ പറയുന്നത്. ആഴ്ചയിൽ ആവശ്യമുള്ള ദിവസങ്ങളിൽ പോവുക, വഴിപാട് ചെയ്യുക, പോരുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആരുടെയും പുറകെ നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലളിതമായ കാര്യങ്ങളാണ്, അത് ആവശ്യമുണ്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അർച്ചനയോ എണ്ണയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ ഒരു പാൽപ്പായസമോ നേദ്യമോ, അതൊക്കെ വളരെ ലളിതമായ കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്ത ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു കുടുംബം രക്ഷപ്പെടുന്നത്. അപ്പോൾ അവർ രാവിലെ ഇന്ന് ഓട്ടുവിളക്ക് കൊണ്ട് സമർപ്പിച്ചു. ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഭഗവാന് മഹത്വം, എൻ്റെ കഴിവല്ല, പരമേശ്വരന്, ഭഗവാൻ വൈകുണ്ഠപതിക്ക്, ഭഗവാൻ കൃഷ്ണന്, വിഷ്ണുവിനൊക്കെ മഹത്വം. അപ്പോൾ അത് നോക്കുക, ഒരു കുടുംബം രക്ഷപ്പെട്ടു. അതാണ് ഫസ്റ്റ് സാലറി വന്ന പൈസയ്ക്കാണ്. നോക്കൂ എത്ര സന്തോഷമാണത്. ഇനി ഇന്നലെ ഞാൻ ഒരു യാത്ര പോയായിരുന്നു. അപ്പോൾ ഞാൻ ആ യാത്ര ഒരു മേള കാണാൻ പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു കാവൊക്കെയുണ്ട്. വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ എന്നാലാവുന്ന പോലെ കുറേ നല്ല കാര്യങ്ങൾ, അതെനിക്കറിയാം. ഭഗവാനെ പിടിച്ചാലേ അവിടെ രക്ഷയുള്ളൂ, ഭദ്രകാളിയെ പിടിച്ചാലേ അവിടെ മാർഗ്ഗമുള്ളൂ എന്ന് എനിക്ക് അതിനു മുമ്പ് ഭഗവാൻ തന്നെ അതിൻ്റെ ദൃഷ്ടാന്തം കാണിച്ചു തന്നു. ഞാൻ ആ കാവി പോയിട്ടുണ്ട്, അവരുടെ കാവി. അവിടെ കാവി ഇരിക്കുന്ന വളരെ ശക്തിയുള്ള നാഗങ്ങളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു റൂട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് കൃത്യം വേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു.
ശിവനുള്ള കാര്യം, ഭദ്രകാളിക്കുള്ള കാര്യം. അപ്പോൾ ഇന്നലെ അവിടെ വെച്ച് അദ്ദേഹം എന്നെ കണ്ടു, മേളയെ വെച്ച് എന്നെ കണ്ടു. വലിയ സന്തോഷം, ഒരുപാട് മാറ്റമുണ്ടെന്ന് പറഞ്ഞു. വലിയ സന്തോഷമായിപ്പോയി. കാരണം അതുപോലെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമായിരുന്നത്. എനിക്കറിയാം അത് പെട്ടെന്നൊരു നവരയാവുന്നൊരു കാര്യമല്ല, വലിയൊരു വിഷയമുള്ള കാര്യങ്ങളാണ്. കാവിലൊക്കെ ഒരുപാട് പൂജയൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു വഴി, ഒരു റൂട്ട് അത് ഭഗവാൻ തന്നെ എനിക്ക് കാണിച്ചു തന്നു. കാരണം നമ്മുടെ മനസ്സിൽ മുഴുവൻ ശിവനല്ലേ ഉള്ളൂ, അകവും പുറവും. അപ്പോൾ ഞാൻ ശിവന് വഴിപാട് പറഞ്ഞു, ഭദ്രകാളിക്ക് ദേശദേവതയ്ക്ക് വഴിപാട് പറഞ്ഞു. പിന്നെ മാരണത്തമ്മ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ കൃത്യമായിട്ട് അത് ആവർത്തിച്ചാൽ അവർക്ക് ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരത്തില്ല. ആവർത്തിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ബലവും ഉണ്ടാകത്തില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ അവർക്ക് നല്ല മാറ്റമുണ്ട്, അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷം, വലിയ സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക്. അതുപോലെ തന്നെ നിലവിളക്ക്, ഇന്നലെ വാട്സപ്പിൽ നമ്മുടെ ഒരു കസ്റ്റമറാണ് നിലവിളക്ക് കത്തിക്കുന്ന തന്നെ ഞാൻ പറഞ്ഞു ചെയ്തത് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊരു കൃഷ്ണൻ്റെ മന്ത്രം, നീല നിറമുള്ള കൃഷ്ണൻ്റെ ഇതുപോലെയുള്ള ക്ലേ തീർത്ത പ്രതിമയുടെ മുന്നിൽ വീട്ടിൽ ജപിച്ചു. ഒക്കെ മാറ്റങ്ങളുണ്ടായി. വലിയ ഒരു തുക, ആ തുക എന്നോട് പറഞ്ഞു, ഞാനിതിവിടെ പറയുന്നില്ല, കിട്ടേണ്ട ഒരു വലിയ തുക കിട്ടി. ഭയങ്കര സന്തോഷം എനിക്ക്. കാരണം അത് വലിയൊരു കാര്യമാണ്. അവർക്ക് അവരുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, ബാങ്കിൽ പൈസ വരുന്നുണ്ട്, വലിയൊരു തുക കിട്ടി. ഇത്ര സന്തോഷമാണത്. ചെറിയ തുകയൊന്നുമില്ല, വലിയ തുകയാണ്. അപ്പോൾ അതൊക്കെ എത്രയോ സന്തോഷമാണ്. ഇന്നാളെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് ഒക്കെ, ഒരു പ്രതിസന്ധിയിൽ കടന്നുപോയവരാണ് പലരും. അത് ചില വഴിപാടുകൾ പറഞ്ഞ് ചെയ്തു. 2 കണ്ടെയ്നർ ഒരു ഇന്നോവയൊക്കെ മേടിച്ച ഒരു അനുഭവം ഞാൻ പറഞ്ഞില്ല. അത് വലിയ സന്തോഷമാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു, ഒരിക്കലും അത് താഴോട്ട് പോകാതിരിക്കാനുള്ള പണിയും കൂടെ പറഞ്ഞു കൊടുത്തു. അപ്പം പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ അവനെ ദൈവം വിചാരിച്ചാൽ പോലും നേരെയാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു പയ്യൻ. അവൻ്റെ കയ്യിൽ ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ വലിയ പ്രശ്നക്കാരനല്ലേ പോലും പ്രശ്നക്കാരൻ തന്നെയാണ്. അവൻ ഒരിടത്ത് ജോലിക്ക് നിൽക്കത്തില്ല, ഒരു കൂട്ടുകെട്ട വല്ലാത്ത പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. അപ്പോൾ അമ്മയുടെ ഒരു അവസ്ഥ കണ്ട നിങ്ങളത് ചെയ്യാമെങ്കിൽ ഉടനെ അവരെന്നോട് പറഞ്ഞു, മോനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും എന്നോട് പറയണ്ട, ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യം, ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോയിട്ട് കാര്യമില്ല, അത് മാത്രം പറയുന്ന സമയം പറയുന്ന രീതിയിൽ ക്ഷേത്രത്തിൽ പോയി ചെയ്യാമോ, ലളിതമായ കാര്യം പറയുന്നു. അത് ആവർത്തിക്കണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. പയ്യൻ നേരെയാകും. അവനല്ല, അവനെക്കാട്ടിയും വലിയ പുള്ളികൾ നേരെ വന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും. ഞാനൊരു കാര്യം വെറുതെ പറയാറില്ല. ആ പയ്യനെക്കുറിച്ച് അവൻ്റെ ഗ്രഹനില പഠിച്ചിട്ട് പോകാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് എഴുതി അതൊന്ന് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, പറഞ്ഞു തരാം, പക്ഷെ എനിക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ചെയ്തു എന്നോട് കള്ളത്തരം പറയരുത്. അതെനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ അവരുമായിട്ട് ജീവിതത്തിൽ യാതൊരു ബന്ധവുമില്ല. ചിലർ എന്നോട് പറയും, സാറേ എല്ലാം ചെയ്തെന്ന്. അത് കള്ളത്തരമാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ആവർത്തിക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. എല്ലാം ചെയ്തു എന്ന് പറയുക. 2 കള്ളത്തരങ്ങൾ അതുപോലെ പറയുക. പിന്നെ ഉഴപ്പുക. കുറച്ചാൾ ചെയ്തില്ല, അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കത്തേയില്ല. എനിക്കത് ഏറ്റവും ജീവിതത്തിൽ ദേഷ്യമുള്ള കാര്യം. അങ്ങനെയുള്ളവരെ ഞാൻ യാതൊരു ബന്ധവുമില്ല. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ 2 കാര്യങ്ങൾ ഈ നിങ്ങൾക്ക് കൂടുതൽ ആവർത്തിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണം ചെയ്താൽ മതി. 2 ചെയ്തെന്ന് പറയരുത്. എല്ലാം ചെയ്തു ആ ഒരു വാക്ക് എനിക്കിഷ്ടമല്ല. എനിക്കറിയാൻ ചെയ്തോ ഇല്ലയോ എന്ന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പയ്യൻ ഏറ്റവും മിടുക്കനായിട്ട് വരും. അപ്പോൾ അത് എന്നോട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത വേറൊന്നുമല്ല, ഒരു കൊച്ചൻ രക്ഷപ്പെട്ടത്. ഇങ്ങനെ ഒരുപാട് പിള്ളേർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതൊരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. ഒരു കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ഇച്ചിരി ഉഴപ്പുള്ള പിള്ളേരെ നമ്മൾ ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ അവരെ ഒരു മോശക്കാരനായിട്ട് കരുതി അവർക്ക് വേണ്ടി നമ്മൾ വഴിപാടുകൾ ചെയ്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം. കാരണം ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ മിടുക്കന്മാരായിരിക്കും, ഇച്ചിരി ഉഴപ്പുള്ളവർ. നമ്മൾ അവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്ത് ഉദ്ദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല, സമയം കളയാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ നന്നായിട്ടുണ്ട്. ഇതിനെക്കാട്ടിയും വലിയ ഉഴപ്പന്മാർ ശരിയായിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് ആവർത്തിക്കേണ്ടി വരും. ചിലപ്പോൾ 6 മാസമൊക്കെ ചെയ്യേണ്ടി വരും, ആഴ്ചകൾ തോറും.
ലളിതമായ കാര്യം പറയത്തുള്ളൂ. 10, 15, 20 രൂപ മുടക്കി ചെയ്യാവുന്ന കാര്യം. പക്ഷെ അമ്പലത്തിൽ പോകണം, ചെയ്യണം, അതുപോലെ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം, മെനക്കെടണം. അല്ലാതെ പെട്ടെന്നൊരു കാര്യം സാധിക്കുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെതായ ഒരു സമർപ്പണം അവിടെ ചെയ്യണം. അപ്പോഴേ അത് അങ്ങനെ ഉണ്ടേ ചെയ്താൽ മതി, എനിക്ക് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ചെയ്യുമായിരിക്കും, അതൊന്നും എനിക്കറിയണ്ട. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ നിങ്ങൾക്കത് ഫലമാകും. അങ്ങനെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ഉറപ്പാണ് അത് ഫലമാണ്. അത് അവരാ രീതിയിൽ പോയാൽ അങ്ങനെയാണ് ഈ പിള്ളേരൊക്കെ രക്ഷപ്പെട്ട. ഞാനിപ്പോൾ പറഞ്ഞ പിള്ളേരൊക്കെ രക്ഷപ്പെട്ട അങ്ങനെ. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അവർക്കറിയാവുന്നൊരു പയ്യനുണ്ട്. ആ പയ്യൻ വീട്ടിൽ ഇരുന്ന് ഇപ്പം ഐ ടി ഫീൽഡാണ്, വർക്ക് ഫ്രം ഹോമാണ്. അവന് നല്ല ശമ്പളമുണ്ട്, 50,000 രൂപ. വേറൊരു പയ്യൻ്റെ കാര്യം പറഞ്ഞു, അവനെ ആരാ ഈ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്? അപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയാം ഞാനാണ്. എന്നാൽ പിന്നെ അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടേ ചെയ്യുക, അല്ലാതെ എനിക്ക് വേണ്ടി ചെയ്യുമോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ചെയ്യുക. അവർ എന്നോട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം പയ്യൻ രക്ഷപ്പെടും, എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, വഴിപാട് ചെയ്തുകൊണ്ടല്ല കാര്യം, ചെയ്യേണ്ട രീതി ചെയ്യണം. ഇപ്പം നമ്മളൊരു വാഴയ്ക്കാണെങ്കിലും വളമിടുന്നുണ്ട്, ഏറ്റവും കൂടിയ വളം കൊണ്ട് അതിൻ്റെ ചോട്ടിയിട്ട് അത് അളിഞ്ഞു പോകും. വളമിട്ടെന്ന് പറഞ്ഞിട്ടും ഏറ്റവും കൂടിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അകത്തി ഒരു വൃത്താകൃതിയിൽ അകത്തി ഇടുമ്പോഴാണ് അത് വാഴയ്ക്ക് ഗുണമാകുന്നത്. ചെയ്തു എന്ന് പറയുന്നതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങളൊരു വഴിപാട് ചെയ്താൽ പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഒരു പ്രവൃത്തി ചെയ്താൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ല ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചെയ്തവരാ കണ്ടെയ്നറും ഇനോവയും ഒക്കെ മേടിച്ചത്. വലിയ സാമ്പത്തിക അഭിവൃദ്ധി, ഇന്നിപ്പം ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നവരൊക്കെ അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്തവരാ ഈ നാക്കുകൊണ്ട് പറഞ്ഞ്. അല്ലാതെ എപ്പോഴും എന്നെ കാണാൻ വരണമെന്നോ, ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുക്കും, അത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ടായി. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എല്ലാം ഭഗവാനെ സമർപ്പിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞാനൊരു ശിവവിദ്യ ഇട്ടായിരുന്നു, അത് നിങ്ങളൊക്കെ കാണണേ. അതിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു കാര്യമാണ് ശ്വാസവിദ്യ, ശിവൻ്റെ. കാരണം ഇനി അടുത്ത വേറൊരു വിദ്യ പറയാൻ പോകുന്നുണ്ട്, അത് ചിന്തിക്കാൻ പറ്റാത്തൊരു വിദ്യ, അതുപോലെ ശിവൻ്റെ അനുഗ്രഹം കിട്ടുന്ന സംഭവം ശ്വാസവിദ്യ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ശിവവിദ്യ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ശിവവിദ്യ ഒരു ശിവയോഗ എന്ന് പറഞ്ഞാൽ അത് ഏത് ആളുകൾക്കും ചെയ്യാം. പെട്ടെന്ന് സന്തോഷം വരും, മനസ്സൊക്കെ പെട്ടെന്ന് ശാന്തമാകും, ഭഗവാന്റെ അനുഗ്രഹം വരും. നിങ്ങൾക്കത് അനുഭവിച്ചറിയാം. അല്ലാതെ ഞാൻ പറയുന്ന കാര്യം അത് പറഞ്ഞതാണ്, അല്ലാതെ ചുമ്മാ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കാര്യം ഇന്നവരെ പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞത്. ആ ശിവവിദ്യ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളാ വീഡിയോ ഒക്കെ കാണണം, സമയമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഞാനെല്ലാം ഭഗവാനിൽ ശിവനിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഒരു കാര്യം കൂടെ പറയാം. എത്ര മോശമുള്ള കുട്ടികളെയും നമുക്ക് നേരെയാക്കാൻ കുറച്ച് വഴികളുണ്ട്. ഒന്ന്, കുട്ടികൾ നല്ല പ്രായമുള്ളവരാണെങ്കിലും നേരെയാക്കാം. ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടിയാണ്. കാരണം ഇന്നും ഒരുപാട് പേരുടെ പല വാട്സപ്പിൽ അവരുടെ അനുഭവങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സന്തോഷം, എത്ര കുടുംബങ്ങളാണ് മാറുന്നത്. നിങ്ങളൊരിക്കലും ഈ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയ ഒരിക്കലും ചോദ്യം മാറ്റം വരത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ഒന്ന്, ഈ എത്ര കുട്ടികളായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ മോശ സ്വഭാവത്തിലേക്ക് പോകുന്നവരെ മാറ്റാൻ പക്കനാളിൽ ഭദ്രകാളിക്ക് കടുംബായുസ് രക്തപുഷ്പാഞ്ജലി ചെയ്യുക. ഇത് രാവിലെ ചെയ്യണം. കുളി കഴിഞ്ഞ് പോയി ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്യണം. ഇനി 10 മിനിറ്റാണ് കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ അവിടെ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ കൈയും കാലും മുഖം നനച്ചിട്ട് കയറി ചെയ്യുക. ഇത് പക്കനാൾ തോറും ആവർത്തിക്കണം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം. അതിൻ്റെ അത് കാര്യമുണ്ട്. ദേശദേവത കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ദേശദേവതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ ദേശദേവതയ്ക്ക് പലതും ചെയ്യാൻ പറ്റും. ഞാൻ ഈ തർപ്പക്കാവുള്ള അവർക്ക് വഴിപാട് കൊടുത്തപ്പോഴും അവിടുത്തെ ദേശദേവതയ്ക്ക് ചില കാര്യം പറഞ്ഞു കൊടുത്തു. കാരണം ഞാൻ ആ കാവിൽ പോയിട്ടുണ്ട്. ആ മണ്ണിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ദേശദേവതയ്ക്ക് ഈ കാവുമായിട്ട് ബന്ധമുണ്ട്. അവിടെ ആ കളി കിടക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംബായുസവും രക്തപുഷ്പാഞ്ജലിയും ചെയ്യുക.
ഇത് പക്കം രാവിലെ ചെയ്യണം. രാവിലെ പറയുന്ന കാര്യം രാവിലെ ചെയ്യണം, വൈകിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാനീ പറഞ്ഞ പോലെ ചെയ്യണം. ഭദ്രകാളിയോട് കരഞ്ഞപേക്ഷിക്കണം. നിങ്ങൾക്ക് വേണ്ട കാര്യം ഭദ്രകാളിയോട് ആവശ്യപ്പെടണം, തരും. ഭദ്രകാളിയുടെ ഒരു രഹസ്യമാണ്. ഒരു മടിയും വിചാരിക്കണം, ഭദ്രകാളിയോട് ആവശ്യപ്പെടണം. നല്ല ഉറച്ച മനസ്സോടെ ആവശ്യപ്പെടണം, ഭദ്രകാളി തരും. കരഞ്ഞപേക്ഷിക്കണം, തരും. നിങ്ങൾ ആവശ്യപ്പെടാതെ പറഞ്ഞിട്ട് കാര്യമില്ല. കരഞ്ഞപേക്ഷിക്കണം. എൻ്റെ ഈ മോനെ നല്ല ഒരു സ്വഭാവം ആക്കണേ, നല്ല ആളാക്കണേ, അവന് ജീവിക്കാനുള്ള സമ്പത്ത് കൊടുക്കണേ, അവനെ മിടുക്കനാക്കണേ. കരഞ്ഞപേക്ഷിക്കുക. ഭദ്രകാളിയോട് അപേക്ഷിച്ചാൽ തരും. അമ്മയോട് ദാസനായിട്ടേ ചെയ്യാവുള്ളൂ, അല്ല ദാസിയായിട്ട്. അങ്ങോട്ട് ആജ്ഞാപിക്കരുത് കേട്ടോ. ഇനിയും വെള്ളിയാഴ്ച കടുംബായുസ് രക്തപുഷ്പാഞ്ജലിയും ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. തൽക്കാലം ഇത്രയും മതി. അത് മതി. അത് ആവർത്തിച്ചാൽ മതി. ഇത് ആവർത്തിക്കണം. ഒരു വെള്ളിയാഴ്ച ചെയ്തുകൊണ്ടോ ഒരു പക്കനാൾ ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല, സമയം കളയാന്നുള്ളൂ. ആവർത്തിക്കണം സാധിക്കുന്ന പോലെ. ചിലർക്ക് 6 മാസമൊക്കെ ആവർത്തിച്ചവരുണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് ഭദ്രകാളിയാണ് തീരുമാനിക്കുന്നത് എത്ര നാൾ നിങ്ങൾ ചെയ്യണമെന്ന്, ഞാനല്ല. ഞാൻ ഭദ്രകാളിക്ക് ഒരു കണക്കല്ല, 7 വെള്ളിയാഴ്ച ചെയ്യാം. കണക്കിട്ട് കൊടുത്താൽ ഞാൻ ഭദ്രകാളിയെക്കാട്ടിയും വലിയ ആളാണ്. ഞാൻ ഒരു കണക്കിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആരാ? ഞാൻ ഭദ്രകാളിയുടെ ദാസനാണ്. എനിക്ക് കണക്കിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഭദ്രകാളിയാണ് തീരുമാനിക്കേണ്ടത് എപ്പോൾ ഇവനെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് ഞാൻ ആർക്കും കണക്കിട്ട് കൊടുക്കാറില്ല. നിങ്ങൾ 7 വെള്ളിയാഴ്ച ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. ചിലപ്പോൾ അത് അമ്മയാണ് തീരുമാനിക്കുന്നത്. ഇവൻ 11 വെള്ളിയാഴ്ച ചെയ്യണോ, 18 വെള്ളിയാഴ്ച ചെയ്യണോ, ഇവൻ 41 വെള്ളിയാഴ്ച ചെയ്യണോ എന്ന് അമ്മയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഫലം കിട്ടിയിരിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. അതാണ് അതിൻ്റെ ശരി. സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ഭാര്യ ഭർത്താവും തമ്മിലെ പ്രശ്നമാണ്. അത് അച്ചട്ടായിട്ട് അനുഭവമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഭാര്യയും ഭർത്താവും എപ്പോഴും വഴക്കാണ്. അതിന് വഴിയുണ്ട്. കൃത്യം ചെയ്താൽ ഫലം ഉണ്ടാവും. തിങ്കൾ വെള്ളി 2 ദിവസങ്ങൾ ഇനി എടുക്കുക. തിങ്കൾ വെള്ളി. തിങ്കളാഴ്ച രാവിലെ ഭർത്താവിൻ്റെ പേരിൽ ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയാർച്ചന. ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന. ഐക്യമത്യാർച്ചനെ ഒരു രസീത് 2 പേരുടെ പേരും നാളും വെച്ച് എഴുതാം. അങ്ങനെയാണ്. അപ്പോൾ മനസ്സിലായി, സംശയമില്ലല്ലോ. തിങ്കളാഴ്ച രാവിലെ ഭർത്താവിൻ്റെ പേരിൽ ജലധാര ശിവക്ഷേത്രത്തിൽ, മൃത്യുഞ്ജയാർച്ചന ഭർത്താവിൻ്റെ പേരിൽ. രാവിലെ തന്നെ ഐക്യമത്യാർച്ചന 2 ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ. തിങ്കളാഴ്ച വൈകുന്നവാടി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന. പിന്നെ ഐക്യമത്യാർച്ചന. മൃത്യുഞ്ജയാർച്ചന ഭർത്താവിൻ്റെ പേരിൽ, ഐക്യമത്യാർച്ചന ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിൽ വൈകുന്നവാട് ശിവക്ഷേത്രത്തിൽ. ഇത് തന്നെ വെള്ളിയാഴ്ചയും ചെയ്യാം. വഴിപാട് നേർന്ന് കഴിയുമ്പോൾ തന്നെ വീട്ടിൽ ഐക്യം ഉണ്ടാകും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പം, അല്ലെ തിരുമേനിയോട് ചെയ്യാൻ ഏൽപ്പിച്ച് കഴിയുമ്പം, അല്ലെ നിങ്ങൾ അതിന് അവിടെ സമർപ്പിച്ച് കഴിയുമ്പം തന്നെ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇത് കൃത്യ റിസൾട്ട് കിട്ടിയ കാര്യമാണ് കേട്ടോ. അതുപോലെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇന്ന് ഒട്ടിപ്പോ സ്റ്റിക്കർ പോലെ, എന്ന് വെച്ചാൽ ഞാൻ മറ്റൊന്നുമല്ല ഉദ്ദേശിച്ചത്, അതുപോലെ ഐക്യത്തിൽ. ഭർത്താവ് പറയുന്നതിൻ്റെ അപ്പുറം ഭാര്യ പോകത്തില്ല, ഭാര്യ പറയുക ഇന്ന് നിങ്ങൾ കുളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുളിക്കത്തില്ല, കാരണം പറയുന്നതിനപ്പുറം ചെയ്യത്തില്ല. അതുപോലെ ഐക്യത്തിൽ അങ്ങനെ ചെയ്യുമെന്നല്ല പറഞ്ഞു കേട്ടോ. അതുപോലെ 2 പേരും അതുപോലെ സ്നേഹത്തിൽ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയോ. ഞാനീ പറഞ്ഞാലും ഇത് ഒരു വെള്ളിയാഴ്ച ഒരു തിങ്കളാഴ്ചയോ ചെയ്തിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. കാരണം മനുഷ്യൻ്റെ സ്വഭാവമല്ലേ, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവർത്തിക്കണം. പറഞ്ഞാൽ മനസ്സിലാവും. തിരുമേനിക്ക് ദക്ഷിണയും കൂടെ കൊടുക്കണം, എന്നാലേ ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. 5 രൂപ 2 രൂപ ഒന്നും കൊടുക്കരുത്. നിങ്ങൾക്ക് സന്തോഷമുള്ള, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള ദക്ഷിണ അതുകൂടെ കൊടുക്കുമ്പോഴേ അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ. ഞാൻ സാധാരണ ഇതൊക്കെ ചെയ്യുന്നവർക്ക് പറയുന്ന 50 രൂപ കൊടുക്കാൻ പറയുന്നതിന് വേണ്ടി സന്തോഷമാകും. അത് ഫലം ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരുപാട് പേർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അതുകൊണ്ടല്ലാതെ റിസൾട്ട് കിട്ടുമെന്നല്ല പറഞ്ഞു, കിട്ടിയ കാര്യമാണ്. നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ഫലമാകും. അച്ചട്ടാ അതുപോലെ അനുഭവം, അതുപോലെ സന്തോഷമുണ്ട്. എത്രയോ കുടുംബങ്ങളുടെ സന്തോഷം എന്നോട് പറയുമ്പോൾ എനിക്ക് അത് സന്തോഷമുണ്ട്. അത് നിങ്ങളോട് പറയാനേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഒരു വീഡിയോ അല്ല, 1.5 വീഡിയോ. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശിവൻ്റെ അപാരമായൊരു മന്ത്രം, അത് ഭയങ്കര ശക്തിയുള്ള മന്ത്രം, പാപം മാറ്റുന്ന മന്ത്രം, ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകുന്ന മന്ത്രം. പിന്നെ ഏത് ജോലി തടസ്സം, തൊഴിൽ തടസ്സം, സാമ്പത്തിക തടസ്സം, ശാപദോഷം, പ്രാകൃദോഷം, ദൃഷ്ടിദോഷം, അഭിചാരദോഷം എന്ന് വേണ്ട
സകല ദോഷങ്ങളും മാറ്റുന്ന ശിവഭഗവാന്റെ മന്ത്രവും ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെയും വൈകിട്ടും ചെയ്യേണ്ട കാര്യവും. പിന്നെ രാഹു ദശ കലാകാരന്മാർക്കൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഗുരുവായൂർ ചെയ്യേണ്ട കാര്യം ഞാൻ കുറേ പറഞ്ഞല്ലോ, 1 2 3 4 ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിലും ശിവന് പാൽപ്പായസം ശനിയാഴ്ച കൊടുക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ. വൈകിട്ടൊരു മൃത്യുഞ്ജാർച്ചന നെയ്വള കൂടെ കൊടുക്കുക. രാഹുദശ അടിച്ചു കയറും. ഇനി രാഹുദശ ഇപ്പം പൃഷ്ഠോദയ രാശിയാണെങ്കിൽ രണ്ടാമത്തെ പകുതി, ശീർഷോദയ രാശിയാണെങ്കിൽ ആദ്യത്തെ പകുതി പ്രയോജനമായിരിക്കും, പൃഷ്ഠോദയ രാശിയാണെങ്കിൽ രണ്ടാമത്തെ പകുതിയാണ്. ഇനിയിപ്പം ആദ്യത്തെ ശീർഷോദയ രാശിയിലെ രാഹു നിൽക്കുന്ന ആദ്യത്തെ രാശി ഗുണമായിട്ട് വന്നെങ്കിൽ പിന്നെ പകുതി മോശമായി പോയില്ലേ, അതിനെന്നാ ചെയ്യും? ശിവന് ഇതുപോലെ പാൽപ്പായസം ശനിയാഴ്ച രാവിലെ, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, കൂവളത്തിലർച്ചന, വൈകുന്നപാട് മൃത്യുഞ്ജയാർച്ചന, നെയ്വിളക്ക് ശനിയാഴ്ചകൾ ആവർത്തിച്ചാൽ മതി. പിന്നെ പക്കനാളിലൂടെ ചെയ്യുവാണ് നല്ലതാണ്. ഒരിക്കലും താഴോട്ട് പോകത്തില്ല, ഉയർന്നുകൊണ്ടിരിക്കും. പിന്നെ ചൊവ്വാദശകൾ ശ്രദ്ധിക്കണം. സാമ്പത്തികം വലുത് മുടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവനവൻ്റെ ഡേറ്റും സമയവും ഗ്രഹനിലയൊക്കെ അനുസരിച്ചിരിക്കും, മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിരിക്കും. പൊതുവായിട്ട് പറയുന്ന, സാമാന്യമായിട്ട് പറയുന്ന ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. പിന്നെ ലോൺ എടുക്കാൻ ശ്രദ്ധിക്കേണ്ട 2 നാളുകാർ ശ്രദ്ധിച്ചാൽ ആർക്കും കൊള്ളാം, അവനവന് കൊള്ളാം. ഇപ്പം എനിക്കൊന്നുമില്ല, നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് ഈ 2 നാളുകാർക്ക് മാത്രമാണോ? അല്ല, വേറെ നാളുകാരും ഉണ്ട് ശ്രദ്ധിക്കേണ്ട. അത് വേറെ വീഡിയോ പറഞ്ഞുതരാം. ഇതിപ്പോൾ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അവൻ അനുഭവിക്കാൻ അവനവനെ കാണത്തുള്ളൂ, എല്ലാം തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ ചിന്തിച്ചോണം, അതെങ്ങനെയും അടച്ചു തീർക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി കൂടുതൽ വരുമാന മാർഗ്ഗം കണ്ടെത്തണം. പിന്നെ ചെയ്യാവുന്ന ചില വഴിപാടുകൾ എല്ലാം പറഞ്ഞു. പിന്നെ ഒരു പ്രാർത്ഥന ചെയ്താൽ ഫലം കിട്ടണമെങ്കിൽ പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഒരു കാര്യം ചെയ്താൽ അത് ഫലമുണ്ടാകണമെങ്കിൽ പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യണം, അപ്പോഴാണ് ഫലമുണ്ടാകും. പിന്നെ എൻ്റെ ചില അനുഭവങ്ങൾ, വിളക്ക് കത്തിക്കുന്നത് തന്നെ അതുപോലെ ചെയ്തവർക്ക് പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ തുക കിട്ടിയ കാര്യം, അതുപോലെ കുറേ നല്ല അനുഭവങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ മാറിയ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വീഡിയോ അല്ല, 1.5 വീഡിയോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അല്ല 1.5 വീഡിയോ എന്നല്ല എൻ്റെ അർത്ഥം. ഇതിൻ്റെ അകത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ എത്രയോ വീഡിയോകളിൽ പറയേണ്ട കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത് മുഴുവൻ കാണുക. നിങ്ങളൊരു ബുക്ക് മേടിക്കണം, വലിയൊരു ബുക്ക്. ആ ബുക്കിനകത്ത് ഇതൊക്കെ എഴുതി വെക്കണം. പിന്നെ ഇതൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. എനിക്കറിയത്തില്ല ഈ വീഡിയോ ഒക്കെ എത്ര നാൾ കാണുമെന്നോ, ചിലപ്പോൾ ഇത് പറയാൻ പറ്റത്തില്ല. കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ പോവായിരിക്കും. അതുകൊണ്ട് എല്ലാം എഴുതി വെക്കണം. എഴുതി വെച്ചു നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പൂജാമുറിയിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു ബുക്ക് സൂക്ഷിക്കുക. 1100-ലേറെ വീഡിയോകളുണ്ട്. അതിൻ്റെ അകത്ത് സർവ്വത്തിനുള്ള പരിഹാരങ്ങളുണ്ട്. നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട, നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ്. ആരും പറഞ്ഞുതരാത്ത കാര്യങ്ങളാണ്, സൂക്ഷ്മവിദ്യകളാണ്, ശിവവിദ്യകളാണ്, ശരനൂൽ വിദ്യകളാണ്. അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ വീട്ടിലെ തലമുറകൾക്ക് വരെ പരിഹാരത്തിന് വേണ്ടി അതെടുക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, വീഡിയോ എഴുതി വെക്കുന്നവരുണ്ട്. ആരോടും ചോദിക്കണ്ട, ഏത് പ്രശ്നത്തിനും പരിഹാരം ഇല്ലാത്തതുണ്ട്. ലളിതമായ കാര്യമാണ്, ഇന്നാൾ ചെയ്താൽ ഫലമുള്ള കാര്യമാണ്. അതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ അങ്ങനെ ഒരു ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ ബുക്ക്, അല്ലെങ്കിൽ വലിയൊരു ബുക്ക്, അത് ശിവൻ്റെ ഫോട്ടോയുടെ താഴെ സൂക്ഷിക്കണം. അതെൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. കാരണം എൻ്റെ മനസ്സിൽ മുഴുവൻ ശിവനാണ്. ആ ശിവനിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളായി പറഞ്ഞു തരുന്നതല്ല. പിന്നെ ശിവന് ശനിയാഴ്ച ഞങ്ങൾ പാൽപ്പായസവും ചെയ്യണം. അത് ഭഗവാനുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് പാൽപ്പായസം. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.